നമസ്കാരം. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ദേശീയപാത വികസനം ഏറ്റെടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും. കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് കൊച്ചിയിൽ തുടങ്ങിയത് പൂട്ടി അവർ ദില്ലിയിലേക്ക് വണ്ടി കയറിയ സമയത്താണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു റോഡാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ 66 എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ശരിക്കും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അക്കാലത്ത് കെ സുരേന്ദ്രനായിരുന്നു. പിണറായി വിജയൻ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ അന്ന് കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പ്രസിദ്ധമാണ്. കേരളയിലും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വികസനവും യാഥാർത്ഥ്യമാക്കാൻ പിണറായി വിജയന് കഴിയുകയാണെങ്കിൽ പിണറായി വിജയൻ ഒരു ഏറ്റവും ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ അടിവരയിടും എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയുണ്ടായി. ഒരിക്കലും പിണറായി സർക്കാരിന് അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ പിണറായി സർക്കാർ ഏതാണ്ട് 5600 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുകയും ഭൂമിയെ വിട്ടുകൊടുത്ത ആളുകളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് പണം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് ആദ്യപടിയെന്നോണം ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയത്. അതിനുശേഷം ആ ദേശീയപാത വികസനം പൂർത്തിയായി കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിധിയിൽ വരുന്ന ഒരു റോഡ് തന്നെയാണ് നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള വളരെ വിപ്ലവകരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റോഡ് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്നത് വസ്തുതയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും സംസ്ഥാന ഗവൺമെൻറ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് പണം ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് കേരളത്തിൽ ഇത്രയും വലിയ തുക ചെലവഴിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുകയും അത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുകയും ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ റോഡ് യാഥാർത്ഥ്യമായപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണമുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് സംഘികളെ സംബന്ധിച്ച് അവരുടെ വലിയ ആത്മനിർവൃതിയിലായിരിക്കാം. പക്ഷേ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് വിനിയോഗവും ആരൊക്കെയാണ് ഇതിലേക്ക് ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് എന്നും ആരൊക്കെയാണ് ഇതിനു വേണ്ടി നല്ല രീതിയിൽ ഇടപെട്ടത് എന്നുള്ളതൊക്കെ വീണ്ടും ചർച്ചയാക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത്. മാത്രമല്ല മുഹമ്മദ് റിയാസ് കോഴിക്കോട് വളരെ ജനകീയമായിട്ട് തന്നെ ഈ റോഡിൻ്റെ സമാന്തരമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഈ സമയത്താണ് മുഖ്യമന്ത്രിക്ക് പരിപാടിയിൽ സംബന്ധിക്കണമെങ്കിൽ പങ്കെടുക്കണമെങ്കിൽ മരുമകനും കൂടി ക്ഷണിക്കണമോ എന്നുള്ള രീതിയിൽ BJP നേതാവ് സുരേഷും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരുമൊക്കെ പ്രസ്താവനകൾ നടത്തുന്നത്. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ മകൾ വീണയെ കല്യാണം കഴിച്ചു എന്നതല്ല അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. SFIയിലൂടെയും DYFIയിലൂടെയും വളർന്ന് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിനെ കേരളത്തിന് അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മകൾ വീണയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മന്ത്രിമാരിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള മന്ത്രിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു നല്ല ഇടപെടൽ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനെ ക്ഷണിക്കാതിരുന്നത് BJPക്ക് ഇതിൽ കടുത്ത ഒരു വെല്ലുവിളി ഉയർത്താൻ പോവുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയ്ക്ക് വീണ്ടും ഒരു അവസരമാണ് BJP നേതാക്കൾ ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് BJPയുടെ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ വങ്കത്വം നിറഞ്ഞ ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.